അവിടെ 12:30 എത്ര പേരുണ്ടടി? ആ ഉണ്ട്. cuma kantongnya lucu. Ini kan nomor itu beda. സൂൺ ഡിയിൽ പോണം. ചോദിക്കാം. അത് ഡൂണ് വേ ഉണ്ടാവും. ഇത് രണ്ടും ഒന്ന് തന്നെയായിരിക്കും സംഭവം. അത് ചോദിക്കാം എവിടെയാണെന്നുള്ള. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഇത് നോക്കി അപ്പം അറിയാം. കാണിക്കത്തില്ല നമ്മുടെ പന്ത്രണ്ട് 20. മറ്റേ സൂൺ ഡി ആണോ ഇ ആണോ അതിൻ്റെ അകത്ത് വന്നേക്കണേ? അത് സൂൺ സി തന്നേക്കാം. പല എല്ലാവർക്കും പല തന്നേക്കണം കേട്ടോ. എനിക്ക് ഡി ആ തന്നേക്കുന്നത്. അതിപ്പോൾ കോമൺ ആയിരിക്കും. ഒന്നാ വരുള്ളൂ അല്ലടി. ഒന്നേ വരുള്ളൂ. അതങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ ഒരു തന്നെ സമയം ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ 9:30 ശ്രദ്ധിക്കണം. 9:30 ആയിരിക്കും ഉള്ളേ. സമയം ഇഷ്ടം പോലെ ഉണ്ട്.
കണ്ടില്ലെന്ന് വേണ്ട, വണ്ടി എടുത്ത്. ഒരു 50 ലക്ഷമൊക്കെ മേലെ ഉണ്ടാകും. അതിന് മേലെ പോവും. അതിന്റെ ഫീച്ചേഴ്സും സെറ്റിങ്സും മലയാളികളുണ്ട്. ഞാനിങ്ങോട്ട് വന്നപ്പം ഇന്ത്യൻ മണി കൊടുത്തിട്ട് ഇവിടുന്ന് കുപ്പി മേടിച്ചു. ആ നല്ലതായിരിക്കും. പിന്നെ എന്ത് ഫോട്ടോ എടുക്കായിരുന്നു. ഇതൊക്കെ നോക്കിട്ട് പോയാ അടുത്ത വെക്കേഷൻ വരുമ്പോൾ പഠിക്കാം. ആ ഇവിടുന്ന് Ah oui, non. Cậu phải chú ý. അവിടെ രാജാവിൻ്റെ ഡ്രസ്സ് ഇട്ട് നിൽക്കണ ഇത് വജ്രാണ്. ഇത് മതി, എത്ര മതി. ഇത് അടുത്ത് രാജാവിൻ്റെ ഡ്രസ്സ്. മേലോട്ട് മേലോട്ടല്ലേ ഉണ്ടോ? അല്ല, അത് നമ്മുടെ ആ സെന്ററിൽ പോയി ഇരുന്നിട്ട് അതല്ലേ നല്ലത്. നമുക്ക് ഇനി മേലോട്ടല്ലേ പോകേണ്ടത്? നമ്മുടെ അവിടെ നമ്പർ എത്ര? സൂം ഗേറ്റ് എത്രയാ? അതുപോലെ ടോയ്ലറ്റിൽ പോകണമായിരിക്കും. നമുക്ക് ഗേറ്റ് നമ്പർ തന്നിട്ടില്ല. ഇല്ല, ഗേറ്റ് നമ്പർ ഇല്ലടി. ആ സോൺ ചേച്ചി അത് പറഞ്ഞ ഫ്ലൈറ്റിൻ്റെ അകത്തെ സോണോ? ഗേറ്റ് നമ്പർ ഈ കുന്തത്തെ കാണിക്കാൻ നമുക്ക് ഗേറ്റ് നമ്പർ പോകാനും പറ്റും. മേളിലത്ത് നോക്കിയാ സി ഇതൊക്കെ അങ്ങോട്ടല്ലേ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. സി ഡി ഈ സ്റ്റാഫിനോട് ചോദിച്ചു നോക്കിയാൽ സ്റ്റാഫ് പോയോ? അവിടെ വെയിറ്റ് ചെയ്യും ഒരാൾ.
cahier fatigué, alors. ഇവിടെ ഫ്ലൈ ദുബായ് കാണുന്നുണ്ട്. ഇതെങ്ങോട്ടുള്ളതെന്ന് അറിയില്ല. നമുക്ക് ചോദിക്കാം ഇതേതാണ് നമ്മുടെ സൂൺ പോകേണ്ടതെന്ന്. ഇവിടുന്ന് എല്ലാം ഫ്ലൈ ദുബായ് ആയിരിക്കുമല്ല, അത് നോക്കിയിട്ട് കാര്യമില്ല. അതവിടെ എന്തോ പരസ്യം ഓഫറോ ഷോയോ. ആ ചുമ്മാ ഇവിടെ ഇരുന്നിട്ട് ഇവിടെ അതിൽ ടോയ്ലറ്റ് എങ്ങനെ കാണുമ്പോൾ അത് ടോയ്ലറ്റ് അല്ല, അത് ടോയ്ലറ്റ് വീണ്ടും അവിടെയുള്ളതെന്ന് തോന്നുന്നു ഇപ്പം, അല്ലേ? അവിടെ ഒന്നുമില്ല, ഉള്ളിലോട്ട് കാണുന്നില്ല. നമുക്ക് അവിടെ പോയി നിൽക്കാം. ബാഗ് എല്ലാവരും എടുത്തിട്ടില്ല? എടുത്തിട്ടുണ്ട്, കയ്യിലുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലേ? എല്ലാവരും ഒന്ന് കാണണ്ട, ഇവിടെ ഇത്ര നല്ല ഓർമ്മ. ഇതൊന്നും അല്ല ഇവിടുത്തെ ഗോൾഡ് മാർക്കറ്റിലോട്ടൊന്നും എന്ന് നോക്കുന്നത്. സത്യവാ, ഇത് യൂട്യൂബിലൊക്കെ കാണണമെങ്കിൽ പൊടിയാവും. So, het vindt. Hoops. Hoops, ma'am. Okay, how many carats are you looking for? 18. ഭംഗിയുണ്ട് നോക്കിയത്. മലയാളിയെ കാണുമ്പോൾ നമ്മുടെ ആൾക്കാരെ കാണുമ്പോൾ ജസ്റ്റ് കൈ പോകത്തില്ല. കൂടുതലാന്ന് പറയുമ്പോൾ വെച്ചേരട്ടെ എനിക്ക് ദൈവം ഇഷ്ടപ്പെടും. വളയല്ലേ ഇത് ചെയ്യുന്നു. 7,800 രൂപ ഒരു ഗ്രാമിന്. മോൾഡിങ് ടൈപ്പ് അല്ലേ അത്? ഈ ടൈപ്പൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ അതിലും നല്ല വിലയാണ് മോൾഡിങ് ടൈപ്പൊക്കെ. 2 ഗ്രാം വേളോട്ട് കിട്ടുള്ളൂ. ഇതും 2 ഗ്രാമോ എന്നാലും അത്രയല്ലേ വരുള്ളൂ റേറ്റ്. 1 ഗ്രാമിന്. വരാൻ തോന്നുന്നു. ഇനി ഒരു വട്ടം അടുത്ത തവണ വരുമ്പോൾ എന്തായാലും എന്തെങ്കിലും മേടിച്ചിട്ട് പോകാം. എൻ്റെ പൊന്നോ.
ചേച്ചി എന്ത് ഭംഗിയില്ല കാണാൻ. റിങ്ങൊക്കെ ഇതൊക്കെ തൂക്കം കൂടുതലായിരിക്കും അല്ലേ? സൂപ്പർ റിംഗ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ സ്റ്റോണിലൊക്കെ സ്റ്റോൺ ഒറിജിനൽ സ്റ്റോൺ ആണ്. റൂബി എമറാൾഡ് ഒക്കെ ഇത് പീസായിട്ടാണ് വെയിറ്റ് അനുസരിച്ച്. കാരണം വെയിറ്റ് നോക്കുമ്പോൾ സ്റ്റോണിൻ്റെ വെയിറ്റും കൂടി വരും ഗോൾഡിൻ്റെ പ്രൈസ്. പക്ഷെ ഇത് സെപ്പറേറ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തൊരു പ്രൈസ് ഉണ്ട്. ഇപ്പൊ എങ്ങനെ നാട്ടിലേക്ക് പോകും? അല്ല തിരിച്ചു പോവാ. ജോലിക്ക് പോവാ. അതത്ര ഉഷാറ് കുറവ്. നാട്ടിലോട്ടാണെങ്കിൽ ഇങ്ങനൊന്നും അല്ല. അതിന് ചേച്ചി എന്ത് ഭംഗിയല്ലേ. വരുമ്പോ നോക്കാട്ടോ. ശരി. സ്റ്റോണിന്റെ ഒക്കെ രണ്ട് മറുതകളുണ്ട്. അവര് ആ ഇനിയിപ്പോ No, la prende ma la lunga è lo so, ma io non ce la faccio. No, ci devo capire. È lì il bagno. ഓക്കെ ബൈ. ദൂരെ സാധനങ്ങൾ മേടിക്കാനാണെങ്കിൽ പക്ഷെ സ്വർണ്ണ ലാഭമല്ലേ നോക്കുമ്പം 7,000 രൂപയുള്ളൂ. ഞാൻ മോൾഡിംഗ് ടൈപ്പ് 1.5 ഗ്രാമിൻ്റെ എടുത്തിട്ട് 14 സംതിങ് ആയി 1.5 ഗ്രാമിനെല്ലാം കൂടി. ആണോ? അത് വെച്ച് നോക്കുമ്പോൾ അത് വെച്ച് നോക്കാം. ആ അത് വെച്ച് നോക്കുമ്പോൾ ലാഭം. അതും പ്യുവർ ഗോൾഡും. ഇത് മേടിച്ചിട്ട് നാട്ടിൽ വിട്ടാൽ കാശ് കിട്ടുമോ? ഇല്ലല്ലേ, കിട്ടൂലേ? ദുബായ് ഗോൾഡ് അല്ലേ? വിചാരിച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ ഇത്ര ലക്ഷം രൂപ സമ്പാദിക്കുന്നവരാടി ചേച്ചി. നമുക്കായിട്ട് എന്തെങ്കിലും ഇല്ലേ? നമ്മളെ ഉള്ളു കുടുംബമേ. ഓരോ ചേച്ചിമാരൊക്കെ ഇത്രയിൽ എൻജോയ് ചെയ്യുന്ന എത്ര ചേച്ചിമാരുണ്ടെന്നറിയാവോ? മിക്കവാറും പുറത്തും നമ്മളൊരു ഷബാട്ട് പോയി അതും കളയാറുണ്ട്. തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ എത്തിപ്പെടാൻ അത് തന്നെ. ചുമ്മാ നടക്കാൻ പറ്റണ്ട. പോയിട്ട് വരാം. എനിക്ക് ഇസ്രായേൽ പിടിച്ച് താങ്ങി കയറ്റിയാൽ പറ്റും. താഴെ വീണ ഞങ്ങൾ താങ്ങിക്കോളും. ഇതല്ലടി ഇതാടി കയറേണ്ടത്. വാ ഇങ്ങോട്ട് വാ. എവിടെ കയറേണ്ട ആൾ ഇവിടെ വാ. ആ കയറി. ഫ്രണ്ടിലാണ് എൻട്രൻസിലായിരുന്നു നിന്നത്. സാരി കൊടുക്കിയിട്ട് വീണിട്ട് തല പൊട്ടി. നന്നായി ഏതായാലും. ചുമ്മാ ഇടയ്ക്ക് കറങ്ങിട്ട് വരാം. കത്തോളീന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടി. പനയോലകൾ പനയോല ഇന്നപ്പഴ ഇല്ലാത്തോല. ഇവിടെ കൂട് കിടന്നേക്ക്. കുഴപ്പമൊന്നുമില്ല. ആ ശ്രീലങ്ക. നാളെ പോവോ അതോ ഇന്ന് പോയിട്ട് പോവോ? ഇന്ന് വൈകിട്ട് തന്നെ.
എന്നോട് പറഞ്ഞു ഞാൻ അത്യാവശ്യം ക്ലീനിങ് ഒക്കെ ചെയ്യും, പക്ഷെ പുറകെ നടന്ന ക്ലീനിങ് പിന്നെയും പറഞ്ഞു. എനിക്കറിയാം പുള്ളിക്കാരത്തേക്ക് മക്കൾ വരുമ്പോൾ മക്കൾക്കൊന്നും ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, ഞാൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അപ്പം മറ്റേ ചേച്ചിക്ക് ബുദ്ധിമുട്ടാണ്. ഏതായാലും ഇങ്ങനെ വരുമ്പോഴല്ലേ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴും നമുക്ക് ടൈം കിട്ടണമെന്നില്ല ഇങ്ങനെയൊക്കെ പോയി കണ്ടൊക്കെ നടക്കാൻ. എപ്പോഴും വരാത്ത സ്ഥലങ്ങളല്ലേ, കടകളാണ് എന്നാൽ പോലും. ഏതായാലും ഇനി എയറിൻ്റെ ബുക്ക് ചെയ്യിപ്പിക്കും. അയ്യോ അതിൽ എൻ്റെ അത് വിശ്വസിച്ച് അവർ ഇതിൽ കയറി കഴിഞ്ഞാൽ ഉള്ള ടെൻഷനും അടിക്കണ. യുദ്ധത്തിൻ്റെ യൂന്ന് കേൾക്കുമ്പോൾ ആ തിരിച്ച് അല്ല നമുക്കിവിടെ ഏതെങ്കിലും കാണിച്ചു നോക്കാം. ഉറങ്ങ ഇതിൽ ഇവിടെ ഒരു സ്റ്റാഫ് ഉണ്ടല്ലോ, അയാളുടെ അടുത്ത് കാണിച്ചു കൊടുക്കാം. നമ്മുടെ അതെ എൻ്റെ ഇപ്പുറത്തെ ഒരാൾ നിൽപ്പില്ല, അയാൾ പോവാ. 10 പോരല് കാണിച്ചിട്ട് 12 രൂപേൻ്റെ ടെലവ്യൂ കാണിക്കുന്നത്. ടെലവി വന്നല്ലോ ടെലവി വന്നിട്ട് പിന്നെയും ഇറങ്ങി പോയോ? ടെലവി B5. ആ B5 പോകേണ്ടത്. ആ കാണിച്ചു ഇതേ B5 C ആണ്. അങ്ങോട്ടാ പോകേണ്ടത്. ഇത് ഇറങ്ങി പോരാ, അങ്ങോട്ടാ പോകേണ്ടത്. നമുക്ക് നോക്കാം. ABC ഇതേ B കണ്ട, B അങ്ങോട്ടാ പോകണ്ടേ. 10 ആ B അങ്ങോട്ടാ പോകേണ്ടത് കണ്ട. ആ തിരിച്ചങ്ങോട്ട് പോകണം. ഓക്കെ, അതിലൂടെ കറങ്ങിയിട്ട് വരാം, സമയമുണ്ട്. അത് എന്തിനാ പൈസ വെറുതെ കളയണം? ട്രെയിനാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് യാത്ര സുഖമാണ്. കാപ്പി ഇതിനകത്ത് കിട്ടുള്ളൂ. കുത്താനും കൂടി അറിഞ്ഞിരിക്കാം, ഇട്ടിട്ട് കാര്യമില്ല. ചിലപ്പോൾ സ്കോച്ചായിരിക്കുള്ളത്. കാപ്പിക്ക് കുത്തി അല്ല, ചൂടുവെള്ളം ആദ്യം ഒഴിക്കും. നമ്മളവർക്ക് ചായ കണ്ടത് വെച്ച് കാപ്പിപ്പൊടി അതായത് എന്തോരം ഇങ്ങനെ ആവാനുണ്ടല്ലേ, ഏത് കാലത്താവും മറ്റേ നമ്മുടെ അവിടെ ചെക്ക് ഇൻ ചെയ്യാൻ നേരത്താണ് മറ്റേ ഷൂവും ബോക്സൊക്കെ അല്ല, നമ്മുടെ ഫോണൊക്കെ ഇടുന്ന ബോക്സ് ഇടുമല്ലോ നമ്മൾ, അതിനുള്ള ബോക്സ് തീർന്നു പോയി അവിടെ ഇടാനുള്ള. അത് അവിടുത്തെ സ്റ്റാഫ് പോയി എടുത്തോണ്ട് വന്നെ. ഇവിടെ കണ്ട അവിടെ ആ ഇതിന് വിഷയത്തിൻ്റെ ഉള്ളിൽ കൂടി വന്നുകൊണ്ടിരിക്കുക. ആ ഇൻറ്റോ പിന്നെ എൻ്റെ ഒരു ഇതായിരുന്നു. ഒരു ജാക്കറ്റും കൂടി കിട്ടി ഒരെണ്ണം കൂടി ഇടാന്ന് പറഞ്ഞോണ്ടിരിക്കണം. ഞാൻ ഇവിടെ കണ്ടപ്പോൾ ഓർത്ത് നമുക്ക് നടക്കണില്ല. ഹാൻഡ് ക്യാരി ചെയ്യാതെ തന്നെ വിട്ടോ. കാരണം വെച്ചാൽ കൊച്ചിയിൽ അവിടെ ട്രോളിയിൽ ഒരാളുടെ കിടപ്പുണ്ടായിരുന്നു, അതാ ഞാൻ ചോദിച്ചത്. ജാക്കറ്റ് നമുക്ക് എയർപോർട്ടിനുള്ളിൽ കുറേ നേരം ഇരിക്കുമ്പോഴേ നമുക്ക് തണുപ്പാവും. പിന്നെ എന്തായാലും
ഏതാടി എടുത്ത്? ഓ ഹോ 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 ഹോ. എത്ര സീറ്റിൻ്റെയാ? എത്ര സീറ്റ്? 5 സീറ്റ്. എന്നാൽ പിന്നെ നിനക്ക് ആ പൈസയ്ക്ക് എർട്ടിക്ക എടുക്കാൻ മേലായിരുന്നു. 7 സീറ്റ് നല്ല വണ്ടിയല്ലേ? 3 കൂടി കൊടുക്കണ്ടേ? ഇത് ഈ പറഞ്ഞ പൈസക്ക് സാധനം കിട്ടിയാൽ അല്ല, നമുക്കത് കപ്പാസിറ്റി ഉണ്ട് ഇരുന്നിട്ട്. $35 ലക്ഷത്തിന്റെ വണ്ടിയുടെ ആവശ്യമൊന്നുമില്ല. കാരണം അത് വെറുതെ അതിൻ്റെ ആവശ്യം. ആണോ? നല്ല വണ്ടി ഹസ്ബൻഡ് എന്താ പരിപാടി? ഹസ്ബൻഡ് കൊച്ചി ആ എടുത്ത നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. അങ്ങനല്ല കുഞ്ഞ്, രണ്ടും ഒരുപോലെയാണ്. രണ്ടും 2 സൈസ് വളയാണോ? ആ 3 സൈസാ. അവിടെ കണ്ടതല്ലേ? സുണ്ടുണ്ട് ആദ്യത്തെ പ്രാവശ്യം ഇട്ടപ്പോഴത്തേക്കും കയറ്റണമെന്നില്ല, ഒന്ന് സ്ലോ ചെയ്താ ഞങ്ങൾ ചാടിക്കറിയ. ഇതേടി ഇത് കണ്ടടി എടി, ഇത് നോക്കിയേ എടി, ഇത് കണ്ടോടി. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ബോറടിക്കത്തേ ഉള്ളൂ. എന്തെങ്കിലും കാഴ്ച കണ്ട കാഴ്ചയെങ്കിലും കാണാം. ഇതെപ്പോഴും വന്ന സ്ഥലമാണോ? ഇത് ജസ്റ്റൊക്കെ കണ്ട്. ഇല്ല, നാട്ടിലത്തെ സമയം ഇവിടത്തേലും 1 മണിക്കൂർ പുറകില്. അതിൻ്റെ അത് ഗൂഗിളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഇപ്പം ഇവിടത്തെ ആണെങ്കിൽ ഇതിൽ നിന്ന് 1 മണിക്കൂർ കുറച്ചാൽ മതി. അല്ല, കുറച്ചാൽ മതി. ഇപ്പം എത്ര മണിയായി? ഒരു കുറയ്ക്ക്. ഇപ്പോഴാണ്, കാരണം ഇതിനെ വഴിയാണ് നമ്മൾ പോയത്. പനയുടെ ചോട്ടിയിരുന്നോണ്ടാണ് ഷൂ കെട്ടിയത്. ഇടയ്ക്കൊക്കെ മേലോട്ടെന്തോ ആക്കരുത്. എന്ത് അല്ല, ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റാ. ഒന്നുമില്ല, ഇല്ല. നിങ്ങൾക്കറിയാവുന്ന എന്റെ ടെസ്റ്റിംഗ് എങ്ങനെ പാസ്സായില്ല? മൗനമ്മയും കൂടി ഉണ്ട്. ആ കൊച്ചു വർത്താനം പറഞ്ഞ് നടക്കുന്നത് പോയി ക്ലീൻ ചെയ്യാനുള്ള
മോളെ കുറഞ്ഞു മോളെ. ഓ ചെന്ന് കണ്ട് മരണപ്പം എടുക്കാനുള്ളൂ. പൊക്കി എടുത്ത് അയ്യോ എന്നെ വന്നേ. അങ്ങനെ എനിക്ക് കുളിക്കുമ്പോഴാണ് ഓ ആ ഫ്ലാറ്റ് കിടുന്നു. നീ പോലീസിനെ കൊണ്ട് പിടിക്കും പോലീസ്. ഞാൻ പോലീസിനെ എന്തിനാ അമ്മച്ചി വെക്കുന്നത് അത് കുളിപ്പിക്കുന്നതിനോ? ആ അവിടെ കിടക്കണ താഴെ അമ്മച്ചി അല്ലല്ലോ. അല്ല നേരെ പോവാം, നേരെ പോവാം, നേരെ പോണം. അങ്ങോട്ട് നേരെ പോവാം. ഫുഡുകൊണ്ട് വന്നതല്ല ഈ ചക്രത്തിൽ താഴോട്ട് ഇറങ്ങി പോകണ്ടോ. എനിക്ക് പേടിയുള്ള സംഭവം ചൂടുവെള്ളം കണ്ടാലും ഞാൻ പിന്നെ പേടിക്കില്ല. പക്ഷേ ഇത് അതൊന്നും അങ്ങനെ ഉരുണ്ട് കുത്തി താഴെ വീണതാ. പക്ഷെ അതൊന്നും പറ്റാഞ്ഞ നന്നായി. അതോ എൻ്റെ കെട്ടിൻ്റെ മുന്നിലും അപ്പൊ ഇസ്രായേലിൽ ഓരോരുത്തരെ കണ്ടിട്ടില്ലേ? ആ അതെ, ലിഫ്റ്റിക്ക് മാത്രമല്ല കയ്യിലെ നെയിൽ പോളിഷ്, കൈയും കാലും ഒക്കെ ചുണ്ടൊക്കെ ഇട്ട് തന്നെ ലിഫ്റ്റ്. നമ്മളിട്ട് അവിടെ ഇവിടെ ഇരിക്കും, അവരിട്ട് തന്നെ വരവൊക്കെ കാണും. കൂട്ടുകാരവിടെ ഇരിക്കുവാണ്, കണ്ട അവിടെ കൂട്ടുകാരവിടെ ഇരിക്കുകയാണ്. അവൾ ആദ്യം താഴത്തൂടെയൊക്കെ വന്ന് അവിടെ കൂടി കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ കറുത്ത ആൾക്കാർ ഇതേപോലെ ഒരുങ്ങി ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറയും ഈ അവിടെ നടപ്പ് കാണുന്നത്, ഇവിടെയൊക്കെ ഒന്ന് ക്യാബിന് പോണ ഇതുണ്ടോ? അതോ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ആ വണ്ണം ഉള്ളവളാണ് പറ്റില്ല, അല്ലെ വണ്ണം കുറഞ്ഞവളാണ് പറ്റില്ല. ഇവിടെ ഇങ്ങനെ അങ്ങനെയാണ്, ഓരോരുത്തരും ഇഷ്ടമാണ്. അങ്ങോട്ട് പോണം. ബി നേരെ പോ, നീറ് പോവും. വീണ്ടും പനയോലകൾ. ആ സാധനം മേടിച്ചു ലൈറ്റ് എടുക്കുന്നതിന് മുന്നെങ്കിലും പിടിച്ചെന്നാ ഞാനൊരു പേഴ്സണൽ ലോൺ നോക്കിയിട്ട് ഇപ്പോൾ ഒരു ബാങ്ക് വിട്ട് കൊടുക്കുന്നത്. ലോൺ എടുക്കാതിരിക്കാം, ഏറ്റവും നല്ലതാ. വെളിയിലോട്ട് പോകാൻ വഴിയതാന്ന് പറഞ്ഞു ഫെഡറൽ ബാങ്ക് കൊടുക്കും. സൗത്ത് ഇന്ത്യൻ ബാങ്കും കൂടി ഉണ്ട്, അതും കൂടി ഉണ്ട്. ഫെഡറൽ ബാങ്ക് കൊടുക്കുമ്പോൾ ഇത് വേണം, വീടിൻ്റെ ആധാർ എന്തെങ്കിലും
ഞാൻ പറഞ്ഞു വീട്ടിലതാണ് നിങ്ങൾക്ക് കണ്ടാറില്ലല്ലോ ഏതാ നമ്മളൊക്കെ ചൂടുള്ള മുടി അടക്കം ഒന്ന് പോകും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കടയിൽ പാലക്കാടാ അല്ല അങ്ങനെ തുറന്നു വെച്ചാൽ തുറന്നുണ്ട് നമ്മളിപ്പോഴേ ബി എല്ലോട്ട് ഇറങ്ങിയത് നന്നായി എല്ലാവരും നടപ്പുണ്ട് നടക്കാൻ. ഇവരെ കണ്ടിട്ടാണ് ഹണീറോസ് പഠിക്കുന്നത്. അതിന്റെ അപ്പുറത്തെ ബിൽഡിങ്ങിലാണ് സി കഴിഞ്ഞ ഉടനെ ബി ആയിരിക്കും. ആണ് ഇതേ അരവർക്കണ്ട നേരെ വെക്ക. ഇങ്ങനെ 3 പഠിപ്പോടെയാണ് ഞാൻ ഒരുമിച്ച് ചെയ്തിട്ടില്ല. ഏതായാലും പോലും വേണം എന്നാ പിന്നെ ഒറ്റടിക്ക് വെച്ചത്. ഒന്നും അല്ല എൻ്റെ ആങ്ങളയും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ദുബായ് വരെ ടെർമിനൽ 2-ലാണ് ഫ്ലൈറ്റ് വന്നത്. അപ്പോൾ അവിടെ വെച്ച് അവൻ ദുബായിൽ നിന്ന് പുറത്തോട്ടിറങ്ങി, എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങി. എനിക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയത് കാരണം ടെർമിനൽ 3-ലോട്ട് വരണമായിരുന്നു. അവിടെ നിന്നാണ് ടെലവീവിനുള്ള ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ ടെർമിനൽ 3-ൽ വന്നത് വരെയുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു. ഇത് ടെർമിനൽ 3-ൽ എത്തിയതിന് ശേഷം അവിടെ മുഴുവനും ഒരുപാട് സമയം ഉണ്ടായിരുന്നു ഫ്ലൈറ്റിന്. അപ്പോൾ അത് കാരണം അവിടെ ഫുള്ള് കറങ്ങി നടന്ന് കാഴ്ചകളൊക്കെ കണ്ട ഒരു വീഡിയോയാണ്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ഈ കൂട്ടുകാരൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് എയർപോർട്ടിൽ വെച്ച് പരിചയപ്പെട്ടാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇവരെ കാണുന്നതൊക്കെ. പക്ഷേ പെട്ടെന്ന് ഞങ്ങളെല്ലാവരും അങ്ങ് നല്ല സിങ്കായി. അത് കാരണം ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് യാത്രകളൊക്കെ നടത്തിയത്. അത് ഓരോ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോഴും നല്ല കൂട്ടുകാരെ കിട്ടാറുണ്ട്. ലൈറ്റ് കണ്ടടി എത്ര പേരുണ്ട്? 50 പേരുണ്ട്. ചുമല വേണോ പച്ച വേണോ? അല്ല ഇനി ഇങ്ങോട്ട് ഏതിട്ടോണ്ട് പോയാലും അറിയാം. പിന്നെ അങ്ങോട്ട് പോയപ്പോഴാണ് പിന്നെ നടന്നോണ്ട് പ്രയോജനം ഉണ്ടായില്ലല്ലോ. അവിടെ കുത്തിയിരുന്ന് പോരാ വെച്ച്. എന്നിട്ട് ലാസ്റ്റ് ഈ ബീയും തപ്പിയൊരു പാഞ്ഞൊരു നടപ്പുണ്ട്. അതേന്നെ അതേന്നെ ടോയ്ലറ്റിന്റെ ഫ്രണ്ടിൽ മേടിച്ചു കൊണ്ടുവരുന്നത് നല്ലത്. ഇനി എന്നാ പറയുന്നത്? ആ കരുത്തേ വെക്കുന്ന കുടിക്കണം. കരുത്തേ വെക്കുന്ന വളഞ്ഞിരിക്കുന്ന സാധനം. പോ ഇനിയും കിടക്കും. അങ്ങോട്ട് പൊക്കോ. അവിടെ ഇരുന്നിരുന്നെങ്കിൽ അപ്പം ആ കറക്റ്റ് സമയത്താണ് നമ്മൾ ഇതേക്കണമെങ്കിൽ
സമയമുണ്ടടി, ഇനിയുണ്ട് സമയം. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് തിരിയണം. ഇതുവഴി എത്ര വട്ടമായി വന്നിട്ടുള്ളത്? അല്ല, അവിടെ ആരോ മാർക്ക് എഴുതി വെച്ചോ, നീ നോക്കി. ദേടി അതല്ല, അതെ അതൊക്കെ രണ്ടാമത്തെ ബോർഡ് നോക്കി. ദേ അങ്ങോട്ട് റൈറ്റിലോട്ട്. പറയാൻ പറ്റില്ലടി, അവർക്കൊക്കെ മലയാളം വരെ അറിയാവേ. എടുത്തോന്ന് പറഞ്ഞതാ കേട്ട് കാണുള്ളൂ. ഇങ്ങോട്ടാണ് ബി കാണിക്കണത്. ഓക്കെ, ഇങ്ങോട്ട് പോയി നോക്കാം. ദേ ഇവിടുന്ന് ഇങ്ങോട്ടാ ബി കാണിക്കണത്, പോയി നോക്കാം. വാ ദേടി, ദേ ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ കിടക്കണേ, നമുക്ക് നോക്കാം. ഞാൻ എല്ലാരെയും അങ്ങോട്ട് ഇറക്കി. ദേവി കേറിക്കോടി, കേറിക്കോടി. തൊടാൻ പറ്റിയില്ല, തൊട്ടില്ലെന്നൊന്നും മതി. പോകാം. ബാ ബി ബാ. എഴുതി കണ്ടത്, ആ വീഡിയോ ഉണ്ട്. സ്പ്രേ എന്ത് രസമാണ് കാണാനല്ലേ. ലിപ്സ്റ്റിക്കുകളും എല്ലാം ഉണ്ട്. ബി 32 വരെ ഉണ്ട്. നമുക്ക് 5 വരെ പോയാൽ മതിയല്ലോ നമ്മുടെ സ്ഥലം. നമുക്ക് 5-ലാണ്. ആ ബി 5 ആണ്. പിന്നെ സമയം ഉണ്ടെങ്കിൽ ചുമ്മാ കണ്ടുപിടിച്ചിട്ട് നടന്ന് കണ്ടിട്ടൊക്കെ വരാം. നമ്മൾ നടന്നു വന്നപ്പോൾ അവർ വല്ലതും ഗേറ്റ് മാറ്റിയിട്ടുണ്ടാന്ന് നോക്ക്. പരിപാടി വരും. ടെല്ലവീവ് അത് 9:50 B4. നമ്മുടെ B5 9. ആ ഓക്കെ ബാ. അതൊന്നും 9:20 അടി. അതാ ഫൈനൽ കോൾ കളിച്ചേക്കുന്നത്. ഒമ്പത് 9:50 B4 കണ്ട. അത് 9:50. പക്ഷെ അത് 9:20 ഫ്ലൈറ്റ് ആണേ.
അല്ലേ ആയിരിക്കും. 9:20 ഫ്ലൈറ്റ് 9:50. പക്ഷേ ഇപ്പുറത്ത് 9:20 കാണിച്ച് B5 എന്നും പറഞ്ഞ്. അത് തൊട്ടടുത്തടുത്തല്ലേ, അതായിരിക്കും ഒരു എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും ആയിരിക്കും. നമ്മുടെ B5 നമുക്ക് ഫൈനൽ കോൾ കണ്ടതേ B5 കണ്ട ദേ ഇത് കണ്ട ദേ 9:20 കണ്ട. B4 B5 അല്ലേ നമ്മുടെ നേരത്തെ കണ്ടത്? സമയം B5 തന്നെ പോകാം. ഇത് പോയി കഴിഞ്ഞിട്ട് അത് ഡിസ്പ്ലേ കയറി വരുള്ളൂ. രണ്ട് ഫ്ലൈറ്റ് കണ്ട. നമ്മളത് വീണ്ടും നമ്മളത് കയറണം മേളിലോട്ട്, ഇതിൻ്റെ മേളിലോട്ട്. ആരോരും ഇല്ലാത്തവളാണ് വല്ലതും തായോ ഇല്ലാത്തവളാണ് അപ്പുറത്തോട്ട് പോകാം. ഈ വണ്ടിക്കാരനോട് അറിയട്ടെ പറയണം. ഈ വണ്ടി ആൾക്കാരെ കൊണ്ടുപോകുന്നതാണോ ചേച്ചി? അവരുടെ സ്റ്റാഫിനെ അല്ലെങ്കിൽ പ്രായമുള്ളവരെ അവരുടേതായ വീണ്ടും നമ്മൾ കയറേണ്ടതാണ്. ഒരു കുട്ടിപ്പന നിൽക്കുന്നു. പൈസ കൊടുത്തിട്ട് ദുബായിയുടെ എയർപോർട്ട് കണ്ടില്ലെന്ന് പറയുന്നത്. കയറിയാലോ? അത് അത്രയും ആർഭാടം വേണം. എനിക്ക് എത്തിയേ ദേടി കയറി ഇരിക്കണുണ്ട്. അടി ഫുള്ളായി. ഇവിടെ എന്താടി നമ്മുടെ ഒരു മര B5, അത് B4, B3 അപ്പുറത്ത് അവിടെ ആവൂല്ലേ? B5, B6 അവിടെ ഉണ്ട്. അപ്പോൾ B5 അതെ B5 കണ്ടുപിടിച്ചു. അപ്പോൾ ഓക്കെ, എന്നാലും ഇവിടെ ഇറങ്ങിയിട്ട് വരാം. ദേ ഈ രണ്ടാമത്തെ ഇത് ഈ എല്ലോടെ അവിടെ ഒക്കെ അങ്ങോട്ട് പോകാടി. 2024 ഒക്ടോബർ 9 രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ദുബായ് എയർപോർട്ട് ടെർമിനൽ 2-ലെത്തി. അവിടെ നിന്ന് ടെർമിനൽ 3-ലെത്തിയതിന് ശേഷമുള്ള വീഡിയോസാണ് ഇതൊക്കെ. അവിടെ മുഴുവനും തേരാപ്പാര കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നടന്നപ്പോൾ എടുത്തു കൂട്ടിയ വീഡിയോസ് ഫോട്ടോസൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക കേട്ടോ. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടിനും ഒത്തിരി നന്ദിയേ. ഈ യാത്രയുടെ ദുബായിലുള്ള കാഴ്ചകളൊക്കെ ഇതിൻ്റെ മുന്നേ ഉള്ള ഭാഗങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങളൊക്കെ ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെന്ന് കരുതുന്നു കേട്ടോ. ഇത് ടെർമിനൽ 3-ലെ വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യാവേ.